Now I started, ma'am. Thank you. Yeah. Thank you, sir, for reminding it. Without Thank you. Welcome, ma'am. started the recording, and here's our resource person, Mr. Anand. Anand Vincent, is an alumni of St. Mary's College, Sultanbത്തേരി, and he is a famous entrepreneur in the field of education. He launched and grew the startup company Villabi Private Limited in the field of STEM education in 2019 and established Indigo Education Private Limited in 2024 to bring learning with the help of AR or UR technology. Also started Human Services, a mobile car wash service in Kerala, and successfully started a branch in Bangalore before handing over the car wash company to his family in 2024. Sir, with pleasure, I extend a warm welcome to this meeting. In spite of your busy schedule, you showed your willingness to deliver the speech today. We are very grateful to you. Once again, I welcome you, sir, to this meeting. Thank you, And madam. sir, I take this opportunity to welcome our Assistant Regional Director, Dr. Chandakumar, Dr. Balakrishnan, and all other esteemed personalities and our beloved learners attending this meeting. Thank you all, and over to our resource person, Mr. Anand Vincent. Sir, please. So, thank you, ma'am. Thank you for the kind words. So, എല്ലാവർക്കും good afternoon. So, I think we can take the session in Malayalam because most of them are from Kerala, right? Yes, sir. Okay, fine. So that will be better for the communication as well. And our Assistant Regional Director, Chandakumar, is from Delhi, but it is a bit difficult for him, but he will use it two languages at the same time, English and Malayalam. No problem. Okay, fine. Yeah. So, ma'am, I think everyone has joined, right? So we don't have to wait. No, sir. Let it start. No. Okay, fine. You are very busy person. I know that you are famous and very busy entrepreneur, and it is not good for you to wait for others. They will join, sir. Fine. No issue. So, hi all. അപ്പം അതിനെപ്പറ്റി മാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എൻ്റെ പേരും ഞാനൊരു 2-3 സ്റ്റാർട്ടപ്പ് കമ്പനികൾ റൺ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. അതിലപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊരു നല്ല ഇൻറ്ററാക്റ്റീവ് സെഷനായിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. ആരും മിണ്ടാതിരിക്കോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കോ ഒക്കെ ചെയ്യാം. നമുക്ക് ഒരു ചേട്ടനെ പോലെ കണ്ട്, ചിലപ്പോൾ എന്നെക്കാട്ടും പ്രായമുള്ളവരുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിവേ നമുക്കതുപോലെ ഒരു നല്ല ഇൻറ്ററാക്റ്റീവ് സെഷനായിട്ട് മുന്നോട്ട് പോകാം. സോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് നമ്മൾ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ ഇങ്ങനെ കാണാൻ പറ്റും. പണ്ടൊക്കെ PSC കോച്ചിങ് അല്ലെങ്കിൽ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോകുമായിരുന്നു, ഞാനിങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്കിപ്പോൾ ഒരുപാട് പേരെ നമ്മുടെ ചുറ്റും തന്നെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും വെഞ്ചേഴ്സ്, ഇനി സ്റ്റാർട്ടപ്പ്സ് എന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ സ്പീക്ക്. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താലും നല്ലതല്ല. സോ ദാറ്റ് ഒരു ഐഡിയ കിട്ടും. എനിവൺ? Hello. Hello. Yes. സാദിഖ് പറഞ്ഞോളൂ. സാദിഖ് പോയോ? ഓക്കെ. കുറച്ചുകൂടി സംസാരിക്കുമ്പോൾ they will get that courage to speak. അപ്പം ആരും മടിച്ചിരിക്കുമൊന്നും വേണ്ട, നിങ്ങൾക്ക് സംസാരിക്കാനുള്ളവർ സംസാരിക്കാം കേട്ടോ. ഞാനൊരു ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഈ ഒരു സമയത്ത് ഇപ്പം ഒരു കഴിഞ്ഞ ഒരു 5-6 വർഷത്തിന്റെ ഇടയ്ക്ക് ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ളത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ക്യാൻ എനിവൺ ടെൽ ദാറ്റ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റാർട്ടപ്പ് ആൻഡ് എ ബിസിനസ്? ഒരു നോർമൽ ബിസിനസ് ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഈ സ്റ്റാർട്ടപ്പും ബിസിനസ് എന്ന് പറയുന്നതിന് നമുക്ക് ഒരേപോലെ പറയാവോ, അല്ലെങ്കിൽ ഇസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റാർട്ടപ്പ് ആൻഡ് എ ബിസിനസ്? ആരെങ്കിലും? ആരും ഓൺലൈനില്ലേ? ഹലോ? ആർക്കും എന്തെങ്കിലും പറയാം കേട്ടോ.
കുറെ പേരുണ്ടല്ലോ, അഭയ് വർഗീസ്, അഭിഷേക് കൃഷ്ണ, ആദിത്യ ടി ജി, അദ്വൈത്, ആരെങ്കിലും? ഓക്കെ, ഫൈൻ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ആരും പറയാത്ത ഞാൻ വിശ്വസിക്കുന്നു. സോ ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പിനെ ഒരു നോർമൽ ബിസിനസ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ അതിനു മുമ്പ് സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. വൺ സെക്കൻഡ്, ഇതൊന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ സാർ. Yes, sir, it is visible. Yes, sir. Sir? Yes, your mic is muted, sir. Anirudh sir, your sound is muted. Your mic is muted. Okay. No sound. Yeah. Now it is okay. 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 സോ ഇപ്പൊ എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. സോ ഒരു സ്റ്റാർട്ടപ്പിനെ ഒരു ബിസിനസ്സിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന്റെ മൈൻഡ് സെറ്റിന് ഭയങ്കര വലിയ ഇമ്പോർട്ടൻസ്. അതായത് നോർമലി ആൾക്കാർ എന്തിനായിരിക്കും ബിസിനസ് ചെയ്യുന്നത്? പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആർക്കും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ട്രൈ ടു സ്പീക്ക്. എന്തിനായിരിക്കും നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത്? പൈസ ഉണ്ടാക്കാനായിരിക്കാം. അതെ, മെയിൻ ഉദ്ദേശം അതായിരിക്കില്ല. പക്ഷേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഡെയിലി നീഡ്സിന് വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പണം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്കൊരു സെക്കൻഡറിയോ ടെർഷ്യറിയോ ഫാക്ടറൊക്കെ ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കമ്പനീനെ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിരിക്കില്ല, റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് ROI ബേസ്ഡിലാണ് നമ്മൾ എല്ലാവരും സ്റ്റാർട്ടപ്പിനെ കാണുന്നത്. അപ്പം ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന്റെ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു യൂണിക്കോൺ കമ്പനി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. ആ ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിലായിരിക്കും. അതിനകത്തുനിന്ന് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര വർഷം കൊണ്ടാണ് ROI കിട്ടുന്നത്, ഈ വകയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയിട്ടേ വരുള്ളൂ. പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് എല്ലാവരും അറിയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും അറിയുന്ന ഒരു വലിയ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഇനി ഒരു നോർമൽ ബിസിനസ്സിൽ നിന്നും ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഒരു നോർമൽ ബിസിനസ് നമുക്കിപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നമുക്ക് ഹലോ
Sir, you ഒരു continue, sir. Anand, sir. നമുക്ക് നമ്മുടെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാം, വേണമെങ്കിൽ ഹോട്ടൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാം, ക്യാബ് സർവീസസ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ നാട്ടിൽ നമുക്ക് അവൈലബിൾ ആയി ഇത് കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഐഡിയക്ക് ഒരു ഇന്നോവേറ്റീവ് ഫാക്ടർ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ കണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഇപ്പം ഏതൊരു ബിസിനസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സൊല്യൂഷനാണ്. ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ക്ലയൻസ് പേ ചെയ്യുന്നു ബിസിനസ്സിന്. അപ്പം ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പം ഈ സൊല്യൂഷൻ തന്നെ അതൊരു ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ആയിരിക്കണം, അതിൽ ടെക് ഇനേബിൾഡ് ആയിരിക്കണം. ഒരു ടെക് ഇനേബിൾഡ് സൊല്യൂഷൻ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ബേസിക്കലി സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശേഷിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട് കുറച്ച് ഐസൊലേറ്റഡ് ഏരിയ ആണെന്ന് വിചാരിക്കുക, നമുക്ക് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും അത്ര പ്രൊമിനന്റ് ആയിട്ട് വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ നോർമലി ചിന്തിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു നോർമൽ ബിസിനസ് പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്നല്ലെങ്കിൽ 2-3 ഓട്ടോകൾ മേടിച്ച് നമ്മുടെ നിരത്തിലിറക്കി ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാബ് സർവീസുകൾ 1-2 വണ്ടികളൊക്കെ എടുത്ത് ചിലപ്പോൾ അയാൾ തന്നെ ഡ്രൈവ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ 2-3 ഡ്രൈവേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഒരു ലോക്കൽ ബിസിനസ് എന്ന രീതിയിൽ ഇതിനെ സ്റ്റാർട്ട് ചെയ്യും. ഇത് കൂട്ടുള്ള ഒരു ക്യാബ് സർവീസിന് ഒരു സൊല്യൂഷൻ ആയിട്ട് വന്നതാണ് ഓലയും ഊബറും പിന്നെ റാപ്പിഡോ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ. അപ്പം ഇവര് ഈ പറയുന്ന ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് വന്നപ്പം ഇവര് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു കോർണറിൽ മാത്രം ഒതുങ്ങിക്കൂടുക എന്നുള്ളതല്ല, രാജ്യം മുഴുവനുള്ള എക്സ്പാൻഷൻ ഇവർ പ്ലാൻ ചെയ്തിരുന്നു. അതിനെപ്പറ്റി ഇവര് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഇവരുടെ അടുത്തുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിന് ഒരു സൊല്യൂഷൻ ഇവര് കൊടുക്കുന്നത്, അതായത് ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണുമെന്നുള്ളതും ആ സൊല്യൂഷനെ എങ്ങനെ സ്കെയിൽ ചെയ്യാന്നുള്ളതും അതിനെപ്പറ്റിയൊക്കെയുള്ള പ്രോപ്പർ പ്ലാനിങ്ങോടെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എപ്പോഴും മാർക്കറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഇനി ഈ സ്റ്റാർട്ടപ്പിനെ നോർമൽ ബിസിനസ്സിൽ നിന്ന് മാറ്റി നിർത്തുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡേറ്റ കളക്ഷൻ. Sir, 1 minute. The slide is not moving. ഓക്കെ അല്ല ഞാൻ ഇതൊരു ബ്രീഫ് only an introduction. That's okay, sir. Okay. അപ്പം ഒരു ഡേറ്റ കളക്ഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഏതെങ്കിലുമൊക്കെ ആഘോഷ സമയങ്ങൾ വരുമ്പോൾ നിങ്ങളൊക്കെ നാട്ടിൽ ആഘോഷങ്ങളോടനുബന്ധിച്ച് തുണികൾ എടുക്കാനും ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പോകും. അപ്പോൾ ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ, മാരേജ് ഫംഗ്ഷൻ, ഇതിനൊക്കെ നിങ്ങൾ ഡ്രസ്സുകൾ മേടിക്കാനൊക്കെ ആയിട്ട് കടകളിൽ പോകും. ഈ കടകളിൽ പോയിട്ട് നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഒരു 3 വർഷം 4 വർഷം മുന്നത്തേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ പോകുന്നു, ഡ്രസ്സ് എടുക്കുന്നു, അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ അവർ കളക്ട് ചെയ്ത് വെക്കുവോ, നിങ്ങളെ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ, അതായത് നിങ്ങളുടെ ബർത്ത്ഡേ ഓർത്തിരുന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ അത്, നിങ്ങളുടെ ബർത്ത്ഡേസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവൽസ് ആകുമ്പോൾ ഈ ഒരു നിങ്ങളുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്ത ഡേറ്റ അവർ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ മെസ്സേജുകളോ കാര്യങ്ങളോ ഒക്കെ അവർ സെൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗർ നിങ്ങളെ അടുത്ത നെക്സ്റ്റ് പർച്ചേസിന് വേണ്ടി ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ബൈബാക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസ് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഇതേ സാധനം തന്നെ നിങ്ങളിപ്പം ആമസോൺ, മിന്ത്ര അതുപോലുള്ള ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇനീഷ്യലി ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും നമ്മളുടെ മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ വകയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ വർഷവും എല്ലാ സീസൺസിലും എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ്, ഫെസ്റ്റിവൽസിന്റെ ടൈമിലൊക്കെ ഇവർ നമുക്ക് ഓരോ മാർക്കറ്റിംഗ് മെസ്സേജുകൾ നമ്മുടെ വാട്സാപ്പിലും മെയിലും ഒക്കെ സെൻഡ് ചെയ്യാറുണ്ട്. ഈ ഒരു മൈൻഡ് സെറ്റിലുള്ള വ്യത്യാസമാണ് ഒരു നോർമൽ ബിസിനസ്സിനെയും അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പിനെയും തമ്മിൽ വല്ലാണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഇനി എൻ്റെ സ്റ്റാർട്ടപ്സിനെ പറ്റി ഇവിടെ മാം പറയുകയുണ്ടായി. അപ്പം അതിനകത്ത് ഞാൻ ഗ്രാജുവേഷന് ശേഷം ആദ്യം തുടങ്ങിയ എൻ്റെ സ്റ്റാർട്ടപ്പാണ് ബെയ്ലാബി എന്ന് പറഞ്ഞിട്ട്. അതൊരു എഡ്ടെക് സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പം ഞാൻ ഗ്രാജുവേഷന് ശേഷം ക്യാറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് തൃശ്ശൂർ പോയപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കോഫൗണ്ടറിനെ കിട്ടുകയും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ബെയ്ലാബി എന്ന് പറയുന്നത്.
ഈ എഡ്ടെക് സെക്ടറിൽ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ അത് 2019 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ എഡ്ടെക് സെക്ടറിന് ഒരു ബൂം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ഓൺലൈൻ ലേണിംഗ് ഒക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത്, എന്നാൽ അതത്ര പ്രൊമിനന്റ് ആയിട്ടുമില്ല. ഓൺലൈൻ ലേണിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു ടൈം. അപ്പോൾ ആ ടൈമിലാണ് ഞങ്ങൾ ഈ ഓൺലൈൻ ലേണിംഗ്, അതായത് വീഡിയോ ലെക്ചേഴ്സിന് പുറമെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് K-12 കാറ്റഗറി ആട്ടോ, എന്ന് വെച്ചാൽ 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവർ സ്കൂളിൽ പഠിക്കുന്ന സിലബസിനനുസരിച്ച് നമ്മൾ ഓരോ കിറ്റുകൾ ഡിസൈൻ ചെയ്യും, NCERT സിലബസിന് അപ്രോപ്രിയേറ്റ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ഈ കിറ്റുകളുടെ സഹായത്തോടെ അവർക്ക് ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ള രീതി. അപ്പം ഇനീഷ്യലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് കുറച്ച് ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ കമ്പനി എനിക്ക് ഷട്ട് ഡൗൺ ചെയ്തു. അതിനുശേഷം ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഉള്ള കമ്പനി ഇന്റലീഗോ എജുവിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, പുതിയ ഫൗണ്ടേഴ്സിനെ കിട്ടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കമ്പനിയിലേക്ക് എത്തിയത്. ഇപ്പം ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്നത് ഇന്റലീഗോ എജു എന്ന് പറഞ്ഞിട്ട് AR/VR എഡ്യൂക്കേഷന്റെ സ്കൂളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിലാണ്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്റ്റാർട്ടപ്പ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് റേസ് ചെയ്യേണ്ടേക്ക് ആവശ്യം വന്നായിരുന്നു. അന്നേരമാണ് ഞങ്ങൾ പുറത്തേക്കുള്ള ഫണ്ടിങ്ങിന് വേണ്ടി നോക്കാമായിരുന്നു. പക്ഷേ ഒന്നാമത് എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഫിസിക്സിലായിരുന്നു. പക്ഷെ അതും ഒരു സാധാരണ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരു പ്രൊമിനന്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് അത്ര പ്രോമിസിങ് ആണെന്ന് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോലെ ഒരു നോർമൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇനീഷ്യലി സ്വന്തം ഫണ്ട് റേസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഹ്യൂമൻ സർവീസസ് സ്റ്റാർട്ട് ചെയ്തത്. ഹ്യൂമൻ സർവീസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതിനും ഞങ്ങൾ ആദ്യം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ മാർക്കറ്റിൽ കാർ വാഷിനെ പറ്റി ഒരു സ്റ്റഡി നടത്തുക ചെയ്തു. അപ്പൊ ഇത് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ കാർ വാഷ് നമ്മൾ നോർമലി കാർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കാർ വാഷ് സെന്ററിൽ പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോർ ടു ഡോർ കാർ വാഷ് സർവീസ് ഉണ്ടാവും. ആ ഡോർ ടു ഡോർ കാർ വാഷ് സർവീസുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വരും, കാർ വാഷ് ചെയ്യും, പോകും. അപ്പം ഇതാണ് നോർമലി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബാംഗ്ലൂർക്ക് വന്നപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ട്. അതായത് ഈ ഡോർ ടു ഡോർ സർവീസുകാരും ഇവിടെയുണ്ട്, അതിന്റെ കൂടെ തന്നെ ഇതുപോലെ കാർ വാഷ് സെന്ററുകളും ഉണ്ട്. പക്ഷെ ആൾക്കാർക്ക് ടൈമില്ല ഈ ഡോർ ടു ഡോർ സർവീസുകാരെ വിളിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കാർ വാഷ് സെന്ററിൽ പോയിട്ട് കാർ കഴുകാൻ വേണ്ടിയിട്ടൊന്നും ആൾക്കാർക്ക് ടൈമില്ല. എല്ലാവരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അവർക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ വണ്ടി അവിടെ കഴുകി വൃത്തിയായിട്ട് കിടക്കും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ലിവിങ് ഇൻ അപ്പാർട്ട്മെന്റ്സ്. അപ്പൊ ഏത് അപ്പാർട്ട്മെന്റിലാണോ താമസിക്കുന്നത് അതിന്റെ ബേസ്മെന്റിൽ ഇവിടുത്തെ ലോക്കൽസ് തന്നെ വാട്ടർലെസ് വാഷ് എന്നുള്ള രീതിയിൽ ഒരു ബക്കറ്റ് വെള്ളവും തുണിയൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടും. ഈ ഒരു സെഗ്മെന്റ് ആയിരുന്നു ഇവിടുത്തെ കാർ വാഷിന്റെ ഏറ്റവും വലിയ സെഗ്മെന്റ്. പക്ഷെ ഈ സെഗ്മെന്റ് ഒരു ക്ലട്ടേർഡ് മാർക്കറ്റുമാണ്, ഇത് ഒട്ടും ഓർഗനൈസ്ഡും ആയിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ ദെൻ എന്നാൽ പിന്നെ ഇതിനൊന്ന് ഓർഗനൈസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം അപ്പാർട്ട്മെന്റ്സിനെ സമീപിച്ചു. ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ട് ഹൈ ക്വാളിറ്റി സൊല്യൂഷൻസും ക്ലോത്തും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ കാർ വാഷ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഓരോ അപ്പാർട്ട്മെന്റ്സ് ഞങ്ങൾ ക്രാക്ക് ചെയ്ത് അവരുമായിട്ട് എഗ്രിമെന്റിൽ എഴുതി ഈ ലോക്കൽസ് കഴുകിക്കൊണ്ടിരുന്ന ആ ലോക്കൽസിനെ തന്നെ നമ്മൾ ഹയർ ചെയ്ത് അവർക്കൊരു ബെറ്റർ സാലറിയും ബെറ്റർ PF കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് അവരെ വെച്ച് കാർ വാഷ് സർവീസസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതിൽ നിന്ന് ഒരു ഫണ്ട് റേസ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്റലീഗോ എജു ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്റലീഗോ എജുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ AR/VR എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു പ്രാക്ടിക്കൽ ലേണിംഗ് ആണ് ഞങ്ങൾ ഇപ്പം സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ആദ്യത്തെ ബിസിനസ്സിലാണ്. അതേ സാധനം തന്നെ ഇപ്പം STEM ലേണിംഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. STEM STEM. അപ്പോൾ അതിലിപ്പോൾ ഒരു ചെറിയ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്, STEAM ആയിട്ടുണ്ട്, സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഈ ഫീൽഡിൽ ഭയങ്കര വലിയ ഗ്രോത്ത് ആയിരുന്നു കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് നടന്നത്. ടു ബി പ്രിസൈസ് ഏകദേശം ഒരു 2021 തൊട്ടാണ് ആ ഒരു ബൂം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കോവിഡൊക്കെ കഴിഞ്ഞ ആ ഒരു കോവിഡിന്റെ ഫസ്റ്റ് വേവ് ഒക്കെ കഴിഞ്ഞ ആ ഒരു ടൈമിൽ നല്ല ബൂമായിരുന്നു. ആൻഡ് ഇപ്പം ഞങ്ങൾ മാർക്കറ്റിൽ പഠിച്ചപ്പം IIT മദ്രാസ് അതുപോലെ തന്നെ IIT ബോംബെ ഇവർ രണ്ടുപേരും 4000 സ്കൂളുകൾക്ക് STEM ലേണിംഗ് 2027 ആകുമ്പോഴേക്കും
സ്റ്റെം ലേണിങ്ങിന്റെ ഒരു കരിക്കുലം ഉണ്ടാക്കി 4000 സ്കൂളുകളിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം വിത്ത് ദി ഹെൽപ്പ് ഓഫ് CSR ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്കീം അവരിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CSR ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി അറിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു കമ്പനി 100 കോടിക്ക് മുകളിൽ റവന്യൂ ഒരു വർഷം ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് അവർ 1 to 2% സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കണം. അതിനെയാണ് CSR ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കമ്പനികൾ അവരുടെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം TCS ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, കോഗ്നിസന്റ് ഉണ്ട്. അപ്പം ഈ കമ്പനികളാണ് ഇവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ഈ ഏരിയയിലുള്ള റോഡ് കൺസ്ട്രക്ഷൻ, അതിൻ്റെ സീവേജ് കൺസ്ട്രക്ഷൻ, പിന്നെ ഈ റോഡിൻ്റെ മെയിൻ്റനൻസ്, ഇവിടുത്തെ ക്ലീനിങ് കാര്യങ്ങൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, റോഡിലുള്ളത് കേട്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്പനീസാണ് നോക്കി നടത്തുന്നത്. അപ്പോൾ അതുപോലെയുള്ള CSR ഫണ്ടുകൾ ഉപയോഗിച്ച് IIT മദ്രാസും IIT ബോംബെയും 4000 സ്കൂളുകളിൽ ഈ പറയുന്ന പ്രാക്ടിക്കൽ ലേണിംഗ്, സ്റ്റെം ലേണിംഗ് മാൻഡേറ്ററി ആയിട്ട് ഒരു കരിക്കുലമായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതും കണ്ടു. IIT ഖരഗ്പൂറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, AR/VR എഡ്യൂക്കേഷൻ, AR/VR മെത്തേഡ്സിൽ AR/VR ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ K-12 സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും അവർ പഠിക്കുന്ന കോൺസെപ്റ്റ്സ് വളരെ നന്നായിട്ട് മനസ്സിലാക്കുവാനും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കുവാനൊക്കെ വേണ്ടിയിട്ട് AR/VR ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു കരിക്കുലം ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സെഗ്മെന്റിൽ ഇപ്പോൾ പ്ലേയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല മാർക്കറ്റിൽ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്റലിഗോ HU സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ IIT ഖരഗ്പൂറുമായിട്ട് ഞങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അവരാണ് ഇപ്പോൾ നമ്മുടെ കോഴ്സും കാര്യങ്ങളും ഒക്കെ കരിക്കുലം, നമ്മൾ കൊടുക്കുന്ന കരിക്കുലത്തിനെ അവർ ഒന്ന് അതിനകത്തുള്ള എറേഴ്സും കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് ഒന്ന് മോഡിഫൈ ചെയ്ത് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് അവർ തരും. നമ്മൾ ബേസിക്കലി ഇതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ഇതിപ്പം എന്നെപ്പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ കളക്ഷൻ വളരെ മാൻഡേറ്ററി ആണ് സ്റ്റാർട്ടപ്സിനെ പറ്റി. സ്റ്റാർട്ടപ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹ്യൂമൻ കാർ കെയർ, ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഡേറ്റ കളക്ഷൻ, കാരണം കാർ വാഷ് കമ്പനികളും മൊബൈൽ കാർ വാഷ് കമ്പനികളും ഡോർ ടു ഡോർ കാർ വാഷുകളും ഒക്കെ ഒരുപാട് മാർക്കറ്റിലുള്ളപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ ഡേറ്റ കളക്ഷൻ കൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ബാംഗ്ലൂരിൽ ഒരു സൊസൈറ്റിയിൽ ഒരു ആവറേജ് ആയിട്ട് ഒരു 2000 റെസിഡൻസ് ആയിരിക്കും ഉണ്ടാവും. നമ്മൾ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 2000+ റെസിഡൻസ് ഉള്ള മോർ ദാൻ 1000 സൊസൈറ്റീസ് ബാംഗ്ലൂരുണ്ട്. അപ്പം നമ്മുടെ ക്ലയന്റ് ആവുന്നവരെ നമ്മൾ ആദ്യം ലീഡ് ജനറേറ്റ് ചെയ്യും. ഈ ലീഡ് ജനറേറ്റ് ചെയ്യുന്ന ഓരോ ലീഡുകളുടെയും കംപ്ലീറ്റ് ഡേറ്റ ഞങ്ങളുടെ കയ്യിലുണ്ടാവും. എന്നിട്ട് നമ്മൾ ഓരോ സർവീസുകൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഉണ്ടാവുമല്ലോ, പേയ്മെന്റിലൂടെ വരുന്ന റെസ്പോൺസുകൾ, കംപ്ലൈന്റ് ആയിട്ട് വരുന്ന റെസ്പോൺസുകൾ, പിന്നെ കൺവേർട്ട് ആകാത്ത ലീഡുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഈ പറയുന്ന ഡേറ്റകളൊക്കെ നമ്മൾ ഒരു ഗൂഗിൾ ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കും. അതിനനുസരിച്ച് നമ്മൾ ഇനി പുതിയൊരു സർവീസ് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിലേക്ക് നമ്മൾ ഇനി പുതുതായിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഈ ഡേറ്റേൻ്റെ ഹെൽപ്പോടെയാണ് നമ്മളത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഡേറ്റ ഡ്രിവൺ ആയിരിക്കും സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യുക, എങ്ങനെയെങ്കിലും മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യുക. ഡേറ്റേൻ്റെ ഒരു ഹബ്ബ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നതിനെ പറ്റി ഇന്നേ വരെ ചിന്തിക്കുവോ, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിലേക്ക് ചിന്തിക്കുവോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചേ. നിങ്ങൾ ഐഡിയ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾ ശ്രമിച്ചിരുന്നു എന്നോ അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ധൈര്യമായിട്ട് പറയടോ. നിങ്ങളിവിടെ ഒന്നല്ലെങ്കിലും ഒരു കമ്പനി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ലേ. അപ്പോൾ ഒരു പ്രസന്റേഷനിൽ ചുമ്മാ ഒന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ലേ? കം ഓൺ ഗൈസ്, സ്പീക്ക് അപ്പ്.
ചുമ്മാ വേറൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ യെസ് എന്നെങ്കിലും പറ. ആരുമില്ല, എന്നാ ഒരു നോ എന്നെങ്കിലും പറഞ്ഞൂടെ? ഓക്കെ ഫൈൻ, നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓക്കെ. നമുക്ക് ബാക്ക് ടു ദ പ്രസന്റേഷൻ. അപ്പം പിന്നെ ഈ സ്റ്റാർട്ടപ്പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ വരുന്ന വേറെ ഒരു വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നാളെ തുടങ്ങാൻ പോകുകയാണ്, നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ ബൈ ചാൻസ് നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല, എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്, ഒരു കോസ്മെറ്റിക് ബ്രാൻഡ്. ചിലപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞു മുറിയിൽ നിന്നായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ചെറിയ വെയർ ഹൗസ് ചെയ്യുന്നത്. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഇതിനെ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ, ചിലപ്പം നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചേച്ചിയോ ചേട്ടനെയോ ആരെയെങ്കിലും ഒക്കെ കൂട്ടിയിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2 പേരെ ഈ കമ്പനിയിൽ ഉള്ളെന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രോപ്പർ മൾട്ടി ബില്യൺ കമ്പനി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ആ ഒരു പ്രൊഫഷണലിസം നിങ്ങൾ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ തുടക്കം തൊട്ടത് മെയിൻറ്റെയിൻ ചെയ്യണം. SOP എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് പ്രൊസീജിയർ. അതായത് ഇപ്പം ഒരു ബേസിക് കമ്പനി നമുക്ക് ബിൽഡ് ചെയ്യുമ്പം വേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു CEO വേണം, ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ, ഒരു CFO മാൻഡേറ്ററി ആണ്, ഒരു CMO ആവാം. CFO എന്ന് പറഞ്ഞാൽ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ, CMO എന്ന് പറഞ്ഞാൽ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ. CEO എന്ന് പറയുന്ന കാറ്റഗറി വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഓപ്പറേഷൻസ് നോക്കുന്നയാൾ ഓപ്പറേഷൻസ് മാത്രം നോക്കിക്കൊള്ളണമെന്നല്ല, പക്ഷെ ഓപ്പറേഷൻസ് നോക്കുന്ന ആൾക്കായിരിക്കും ഓപ്പറേഷൻസിന്റെ കാര്യത്തിൽ ഒരു ഓതോറിറ്റി ഉണ്ടാവുക. ഒരു ഇമ്മീഡിയറ്റ് ഒരു ഹസാർഡ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഹസാർഡ് സിമ്പിൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ആദ്യം ആക്ട് ചെയ്യുന്നത് ഓപ്പറേഷൻസിന്റെ ആളായിരിക്കും. ഇനിയിപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ഓഫീസർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരാണോ ഫൈനാൻസ് നോക്കുന്നത് ആ ഫൈനാൻസിന്റെ ആളാണ് അതിനകത്തൊരു ഫൈനൽ ഡിസിഷൻ പറയുക. അയാൾ പറയുകയാണ് ഇത് ഓക്കെ, ഇത് ശരിയല്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനായിട്ടുള്ള ഒരു ഒഡാസിറ്റി ബാക്കിയുള്ളവർക്കും ഉണ്ടായിരിക്കണം. അപ്പൊ അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് പ്രൊസീജിയർ പ്രോപ്പർ കമ്പനി വർക്ക് ചെയ്യുന്ന പോലെ അതിനകത്ത് ഇമോഷൻസ് ഇല്ല, ബന്ധുക്കൾ എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കോഫൗണ്ടറായിട്ട് വരുന്ന ചിലപ്പോൾ നമ്മുടെ കൂടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആയിരിക്കാം, ചിലപ്പം നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. പക്ഷെ ആരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫാമിലി വേറെ, ബിസിനസ് വേറെ. അപ്പം ഈ ഒരു ഓപ്പറേഷൻസ് പ്രൊസീജിയറിലൂടെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞ് ചെയ്യാനുള്ളത് കറക്റ്റ് ടൈമിൽ ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡവും ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊഫഷണലിസം, അത് സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന് മാൻഡേറ്ററി ആണ്. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു കോസ്മെറ്റിക്സ് ബ്രാൻഡ് ബിൽഡ് ചെയ്തു. ഇനീഷ്യലി നിങ്ങൾ ചിലപ്പോൾ ഒരു വെയർ ഹൗസിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഡെയിലി ചിലപ്പോൾ ഒരു മാക്സിമം 10 ഓർഡർ വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു 3 മാസം കൊണ്ടൊക്കെ വന്നത്. പിന്നെ നിങ്ങളിത് മെല്ലെ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾ ഇതിനെ സ്കെയിലപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഓർഡേഴ്സ് കൂടുതൽ വരുന്നുണ്ട്, പ്രൊഡക്ഷൻ കൂട്ടണം. പിന്നെ പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ബൈ പ്രൊഡക്ട്സും കാര്യങ്ങളും ഒക്കെ മേടിക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് കയ്യിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ക്യാപിറ്റൽ പിന്നെ നമുക്ക് റേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പം കൂടുതൽ എംപ്ലോയീസിനെ നമുക്ക് ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഇതുപോലെ സ്കെയിൽ ചെയ്ത് പോയിട്ട് പെട്ടെന്നായിരിക്കും ഒരു ഡൗൺഫോൾ ഉണ്ടാവുന്നത്. ഇതുപോലെ ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഓരോ സിറ്റുവേഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ സ്ട്രക്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വരുന്ന അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി അല്ല, നമ്മൾ തുടക്കത്തിൽ തന്നെ ഓക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ചിലപ്പം കൂടെയുള്ള നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് നിങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന SOP എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. അതായത് കമ്പനീൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മളൊരു മീറ്റിംഗ് കൂടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിന് എന്തൊക്കെയാണോ നമ്മൾ സംസാരിച്ചത് അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഇതിൻ്റെയൊക്കെ ഒരു ഡോക്ക് ഉണ്ടായിരിക്കണം.
ചെലവാക്കുന്ന ഓരോ എമൗണ്ടിനും പ്രോപ്പറായിട്ട് ഷീറ്റുകൾ വേണം, കിട്ടുന്ന ഡേറ്റകളൊക്കെ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഇതുപോലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടേ നമ്മളെപ്പോഴും പോവാവുള്ളൂ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹയർ ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റിയാണ്. ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങി ഇപ്പം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോ ഫൗണ്ടറിനെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനേക്കാളും, നമ്മുടെ ലൈഫ് പാർട്ട്ണർ ഉണ്ടാവുമല്ലോ, ലൈഫ് പാർട്ട്ണറിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതിനേക്കാളും ചിന്തിച്ചും ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടും വേണം നമ്മൾ എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് കോ ഫൗണ്ടറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി. ചിലപ്പം നമ്മുടെ ഫാമിലിന്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനേക്കാളും കൂടുതൽ നമ്മൾ ഈ കോ ഫൗണ്ടറിന്റെ കൂടെ ആയിരിക്കും ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു കോ ഫൗണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോ ഫൗണ്ടറിനെ ചൂസ് ചെയ്യുമ്പം കറക്റ്റ് നല്ല ആക്യുറേറ്റ് പേഴ്സൺ, അല്ലാണ്ട് ഇപ്പം പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ടു, ഓക്കെ എടാ ഇവനൊന്നും ചെയ്യുന്നില്ല, അവനെ വിളിച്ച് കമ്പനിയിലേക്ക് ഇടുന്നു, ആ രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും ഒരു കോ ഫൗണ്ടറിനെ സെലക്ട് ചെയ്യാൻ പാടില്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾ കമ്പനിയിലേക്ക് ഹയർ ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ എപ്പോഴും ഇപ്പോൾ ഒരു കമ്പനി ബിൽഡ് ചെയ്യുന്നു, തൊട്ടടുത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവ് ഉണ്ട്, ആ റിലേറ്റീവിന് ഓക്കെ ഇന്നയാള് BCom കഴിഞ്ഞാണ്, അപ്പോൾ ഫൈനാൻസ് നോക്കാൻ വേണ്ടിയിട്ട് അയാളെ നമുക്കിടാം. ഇനി വേറെ നമ്മൾ നോക്കുമ്പോൾ വീടിൻ്റെ അടുത്ത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യനുണ്ട്, എന്നാൽ പിന്നെ അല്ലെങ്കിൽ അവനെ നമുക്ക് ഹയർ ചെയ്യാം മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പും ചിന്തിക്കില്ല. കാരണം ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിനെ സംബന്ധിച്ച് പുള്ളിക്ക് അറിയാം, ഗ്രേറ്റ് ടാലൻസിനെ ഞാൻ അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ട്രെൻഡ്, ബാംഗ്ലൂരിൽ നിന്നല്ല ഓൾ ഓവർ ഇന്ത്യ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടപ്സ് എപ്പോഴും ഹൈ പേയിങ് ആയിരിക്കും. നിങ്ങൾ ഏതൊരു ജോബ് റോളിലേക്കും ഏതൊരു സ്റ്റാർട്ടപ്പിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര പേയ്മെന്റ് ആയിരിക്കും ഓരോ സ്റ്റാർട്ടപ്പുകൾ നമുക്ക് തരിക. ചിലപ്പോൾ ഇപ്പോൾ ഒരു പ്രോപ്പർ കോർപ്പറേറ്റ് കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ലൈക്ക് ഇൻ TCS, കോഗ്നിസെന്റ് അല്ലെങ്കിൽ ഇൻഫോസിസ്, ഏതെങ്കിലും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു 10-15 വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ പെർ മന്ത് ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുമായിരിക്കും. ഇതേ സാധനം നിങ്ങളൊരു സ്റ്റാർട്ടപ്പിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങളൊരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോ, ചിലപ്പോൾ ഒരു 2-3 വർഷം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന സാലറി പാക്കേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. കാരണം അതുപോലെ നമ്മളെ ഇവര് പണിയെടുപ്പിക്കുകയും ചെയ്യും. അത് പണിയെടുപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ അവർ നമ്മളെ ട്രെയിൻ ചെയ്യും. നമുക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു 2x ആണ് നമ്മുടെ വർക്ക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, ആ 2xനെ അവരൊരു 10x ആക്കി അവർ മാറ്റിയെടുക്കും. അത്രയ്ക്ക് നമുക്ക് ട്രെയിനിങ്ങും തന്ന് ആ ഒരു സ്കെയിലിലേക്ക് നമ്മളെ വളരാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഈ സ്റ്റാർട്ടപ്സിന്റെ ഒരു പ്രത്യേകത. സോ സ്റ്റാർട്ടപ്സിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും ഹയർ ചെയ്യുന്നവരെ നമ്മൾ എപ്പോഴും നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരെ നോക്കിയിട്ട്, ഒരിക്കലും റിലേഷൻഷിപ്സിലോ അല്ലെങ്കിൽ ഇമോഷൻസോ ഒന്നും നോക്കി നമ്മൾ ആരെയും ഹയർ ചെയ്യില്ല. അപ്പം ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഹയർ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ടാലൻസിനെ ഹൗ ക്യാൻ ഐ അട്രാക്ട് ഗുഡ് ടാലൻസ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷനാണ് ലിങ്ക്ഡിനിൽ പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോബ് റോളിലോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന ജോബ് റോളിൽ ആളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഫിൽട്ടർ ഇട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. അവരൊക്കെ ചിലപ്പം ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും, അവരുമായിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അപ്പം നെറ്റ്വർക്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ ആൾക്കാരെ ഹയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളും ഒക്കെ ഇപ്പം നാട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ആ പോയിന്റ് തന്നെ ഞാൻ ഒന്നും കൂടെ പറയുന്നു. സ്റ്റാർട്ടപ്സ് ഒരിക്കലും പ്രോഫിറ്റ് സെൻട്രിക് ആയിരിക്കില്ല. നമ്മൾ ഇപ്പോൾ ഒരു നോർമൽ ബിസിനസ്സിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5-6 മാസം വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യും. ചിലപ്പം നമുക്ക് ഇറക്കിയ ഇൻവെസ്റ്റ്മെന്റിന്റെ നമുക്ക് ആ ഒരു ബ്രേക്ക് ഈവൻ ആവാൻ വേണ്ടിയിട്ട്, അതായത് ഞാനിപ്പോൾ ഒരു 6 ലക്ഷം രൂപയാണ് ഇട്ടത്, ഒരു 6 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പം നോർമലി ഐഡിയലി പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 6 months ഒക്കെയാണ് ബ്രേക്ക് ഈവൻ ആവാൻ വേണ്ടിയിട്ട് എടുക്കുക. ചില കമ്പനികൾ 1 to 2 years 3 years ഒക്കെ എടുക്കാറുണ്ട്. എന്നാലും അത് കഴിഞ്ഞ് ഇതിന്റെ ഗ്രോത്തിനെ പറ്റി അവർ നോക്കുന്നത് ചിലപ്പം നോർമൽ ബിസിനസ്സുകൾ അധികം ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ടാവില്ല.
അവർ ചിന്തിക്കുന്ന ഓക്കെ, ഇപ്പൊ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എനിക്ക് മാസം ഒരു 1,00,000 രൂപ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് എൻ്റെ ഫാമിലിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു 50,000 രൂപയ്ക്ക് തീരും. ബാക്കി 50,000 റുപ്പീസ് എനിക്ക് സേവ് ചെയ്യാം. അതിനകത്തൊരു 25,000 വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 25 എമർജൻസി ഫണ്ടാക്കി മാറ്റി വെക്കുന്നു. ഈ ഒരു മൈൻഡ് സെറ്റ് അല്ല ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ. നമ്മൾ ഒരു കമ്പനി ബിൽഡ് ചെയ്യുന്നു. ഇനീഷ്യലി ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്നും ഫണ്ട് ഇറക്കിയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വൺസ് വി ആർ ജനറേറ്റിംഗ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് റവന്യൂ, നമ്മൾ നേരെ ഫണ്ടിങ്ങിന് പോകും. വി വിൽ ബി റേസിങ് സം ഫണ്ട്സ്. ആ ഫണ്ട്സ് വെച്ചിട്ട് നമ്മൾ നല്ല ടാലൻസിനെ ഹയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഫണ്ടിന് നമ്മൾ അഗ്രസീവ് മാർക്കറ്റിംഗ് ചെയ്യും. കാരണം മാർക്കറ്റിങ്ങിലൂടെയും നല്ല പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് കമ്പനീനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. ഗ്രേറ്റ് ടാലൻസ്, നല്ല ഗുഡ് പ്രൊഡക്റ്റ്, പിന്നെ പ്രോപ്പർ മാർക്കറ്റിംഗ്. ഈ 3 ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവരൊരിക്കലും പ്രോഫിറ്റ് സെൻട്രിക് ആയിരിക്കില്ല. ഇപ്പോൾ ഇത്ര നേരം നിങ്ങളൊന്നും വേണ്ടിയില്ലല്ലോ, ഇനി ഇതിനെങ്കിലും നിങ്ങൾ എനിക്കൊരു ഉത്തരം താ. നിങ്ങൾക്ക് ക്യാൻ യു ജസ്റ്റ് മെൻഷൻ സം ഓഫ് ദി സ്റ്റാർട്ടപ്സ് ദാറ്റ് യു ഹാവ് സീൻ അറൌണ്ട് യു? നമ്മൾ ഇന്ത്യയിൽ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ബിൽഡ് ചെയ്ത് ഗ്രോത്ത് കണ്ടിട്ടുള്ള കുറച്ച് സ്റ്റാർട്ടപ്പുകളുടെ പേരുകൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഹലോ ഗൈസ്, ആരെങ്കിലുമൊക്കെ സംസാരിക്കുകയും ഏതെങ്കിലുമൊക്കെ 1-2 നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ 2-3 സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പേര് പറഞ്ഞോ? ആരുമില്ല. ഓക്കെ ഫൈൻ, ഞാൻ തന്നെ പറയാം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ബിൽഡ് ചെയ്ത് ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാർട്ടപ്സ് ആണ്. ഫ്ലിപ്കാർട്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഫ്ലിപ്കാർട്ടൊക്കെ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ ഇവിടെ? മിന്ത്ര, ഫ്ലിപ്കാർട്ട്, സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, സൊമാറ്റോ, സ്വിഗ്ഗി, ഈ കമ്പനികളൊന്നും യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അപ്പം ഈ കമ്പനികളിൽ ഏതെങ്കിലും കമ്പനികൾ പ്രോഫിറ്റബിൾ ആണോ? ആയിരിക്കില്ല. ആയിരിക്കില്ല എന്നല്ല, അല്ല. ഈ കമ്പനികളൊക്കെ ഇപ്പോൾ ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് മോർ ദാൻ 10 years ആയി. കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്കാർട്ടിന്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ട് കഴിഞ്ഞ വർഷം 48,000 മില്യൺ റുപ്പീസിന്റെ നെറ്റ് ലോസിലാണ് അവർ ഇരിക്കുന്നത്. 2022-23 ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം അവരുടെ ലോസ് 22% പിന്നെയും കൂടുകയാണ് ചെയ്തത്. അപ്പം ഏകദേശം 2,000-3,000 കോടി രൂപ നഷ്ടത്തിലാണ് ഓരോ വർഷവും ഈ കമ്പനികളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ലേ, എന്തിനാ പിന്നെ ഈ കമ്പനികളിലൊക്കെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കാരണം 2017 ഏകദേശം 4,000 കോടി നഷ്ടത്തിലായിരിക്കുന്ന സമയത്താണ് 1,00,000 കോടി രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിനെ വാൾമാർട്ട് അക്വയർ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പിന്നെയും ആൾക്കാർ, അതായത് ഓൾറെഡി നഷ്ടത്തിലുള്ള ഒരു കമ്പനി, ചെറിയ നഷ്ടമൊന്നുമല്ല, 4,000 കോടി രൂപയുടെ നഷ്ടമാണ് ഈ കമ്പനിക്ക് ഉള്ളത്. 4,000 കോടി രൂപ നഷ്ടമുള്ള ഒരു കമ്പനീനെ വേറെ ഒരു അമേരിക്കൻ കമ്പനി വന്നിട്ട് 1,00,000 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുന്നു. എന്തിനായിരിക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഓക്കെ, അതെന്തിനാന്ന് വെച്ചാൽ ഈ കമ്പനികൾക്കുള്ള, അതായത് ഇവരൊന്നും ROI കണക്കാക്കുന്നത് ഒരു 8-10 വർഷം കൊണ്ടൊന്നുമല്ല. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു 15 വർഷം 20 വർഷമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കമ്പനി ഒരു പോയിന്റിലെത്തും. അതായത് ഇവരുടെ സർവീസ് ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിനോട് ബ്ലെൻഡ് ആയിട്ട് ഇത് മാൻഡേറ്ററി ആയിട്ടിരിക്കുന്ന ഒരു പോയിന്റ് എത്തും. ആ പോയിന്റിൽ നമ്മൾ ചിലപ്പോൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ കടകളിലേക്ക് ആയിരിക്കില്ല പോകുന്നത്. നമ്മൾ നേരെ ഇപ്പൊ ഫ്ലിപ്കാർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും 10 minutes 15 minutes ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്ത് പ്രൊഡക്റ്റും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാം. മിന്ത്രയിലും ഉണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60 minute ഡെലിവറി. ഇന്ന് നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്ത 1 മണിക്കൂറിനുള്ളിൽ ഡ്രസ്സ് എൻ്റെ അടുത്ത് കിട്ടും. ഇത്രയും കാലം 2-3 ദിവസമൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ 60 minutes വീട്ടിലെത്തും. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഓരോ സ്റ്റാർട്ടപ്പുകളും.
അപ്പം ഇങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഇവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഇന്നിപ്പോൾ ഒരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾ ക്യാക്ക് എന്നാണ് പറയുക, CAC. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ചിലപ്പം ഇന്ന് ഫ്ലിപ്കാർട്ട് എടുക്കുന്നത് ചിലപ്പോൾ 100 രൂപയായിരിക്കും, ചിലപ്പോൾ 1000 രൂപയൊക്കെ ആയിരിക്കും. ഈ 1000 രൂപ മുടക്കി ഒരാളെ അവരുടെ കസ്റ്റമർ ആക്കി കഴിഞ്ഞ് ആ കസ്റ്റമറിനെ അവിടെ റെഗുലർ ക്ലയന്റ് ആക്കി മാറ്റി കഴിയുമ്പം പിന്നീട് ഇവര് അപ്സെൽ ചെയ്യും, പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കി ആ പ്രൊഡക്റ്റുകൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് അവര് പിന്നീട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കും. നിങ്ങൾ ഇതേപോലെ ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, ക്രെഡിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ മാനേജ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഈ ക്രെഡ് സ്റ്റാർട്ട് ചെയ്തപ്പം ക്രെഡിന്റെ ഫൗണ്ടർ ഇതിനു മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 2 കമ്പനികൾ ഉണ്ടായിരുന്നു. രണ്ടും വലിയ രൂപയ്ക്കാണ് പുള്ളി വേറെ കമ്പനികൾ അക്വയർ ചെയ്യുക ചെയ്തത്. അതിനുശേഷവും ഹ്യൂജ് ഫണ്ടിങ് ആണ് ഈ ക്രെഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയത്. ക്രെഡ് ഏകദേശം 1500 രൂപയാണ് ഒരു ക്ലയന്റിനെ അക്വയർ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ക്ലയന്റിനെ അക്വയർ ചെയ്തിട്ട് ആ ക്ലയന്റ് അവിടെ വന്നിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്നും പർച്ചേസ് ചെയ്യുന്നൊന്നുമില്ല. ക്ലയന്റ് ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ക്രെഡിന്റെ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ICICIന്റെ HDFCന്റെ 2 കാർഡുകളുണ്ട്, ക്രെഡിറ്റ് കാർഡുകളാണ്. ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് മാത്രമേ അതിൽ നിന്ന് പേ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ പേ അതായത് എൻ്റെ ബില്ല് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു ഈ ക്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡ് എനിക്ക് റിമൈൻഡേഴ്സ് അയക്കാൻ വേണ്ടിയിട്ടും, അതായത് എൻ്റെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റിമൈൻഡേഴ്സ് അയക്കുക, അതിനാ എനിക്ക് ഓഫേഴ്സ് തരിക, അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും പേരിൽ 1500 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ക്രെഡ് 1 രൂപ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ആ കമ്പനി സ്റ്റിൽ സസ്റ്റൈനിങ് ആണ്. കാരണം ഇവരെല്ലാവരും ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ ഡേറ്റ വെച്ച് നമ്മുടെ ഓരോരുത്തരുടെയും സ്പെൻഡിങ് ലിമിറ്റ്സും നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ പർച്ചേസിലൂടെയും ഇവർ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് കുറച്ച് കഴിയുമ്പോൾ ഇവർ ലോഞ്ച് ചെയ്യും. അപ്പം അവർക്ക് കറക്റ്റ് കാറ്റഗറീനെ അറിയാം, ഏത് കാറ്റഗറിക്ക് ഏത് പ്രൊഡക്റ്റ് സെല് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഡാറ്റ ഡ്രിവൻഡ് ആയിട്ട് ഇവർ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരൊന്നും പ്രോഫിറ്റ് സെൻട്രിക് ആവാത്തത്. ഒരു കമ്പനിയും പ്രോഫിറ്റ് സെൻട്രിക് അല്ല, ഇവരെല്ലാവരും ROI സെൻട്രിക് ആണ്. അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഇതിനുള്ള റിട്ടേൺസ് ഇവർക്ക് കിട്ടും എന്നുള്ള ഈ ഒരു ROI സെൻട്രിക് ആയിട്ടാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഇങ്ങനെ ROI സെൻട്രിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് റണ്ണിങ് ക്യാപിറ്റൽ കിട്ടുന്നത്, എങ്ങനെയാണ് ഇവർക്ക് ഈ കമ്പനി റൺ ചെയ്യാൻ പറ്റുന്നത്? അതിനായിട്ടാണ് ഇവർ ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കുന്നത്. സോ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തുനിന്ന് ഇക്വിറ്റി കൊടുത്തിട്ട് എക്സ്റ്റേണൽ ഇക്വിറ്റി ഫണ്ടിങ്സ് ഇവർ റേസ് ചെയ്യും. ഈ എക്സ്റ്റേണൽ ഇക്വിറ്റി ഫണ്ടിങ്സ് വെച്ചിട്ടാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്ററിനെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് ഒരു വെൽ ഡിഫൈൻഡ് എക്സിറ്റ് സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പം ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ആൾക്കാരെന്നല്ല ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ VCസോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സോ ഇവരൊക്കെ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിങ് പിച്ചിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എക്സിറ്റ് സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് ഒരു 10 വർഷത്തിന് ശേഷം ഈ കമ്പനി നമ്മൾ ബിൽഡ് ചെയ്തു, സ്കെയിൽ ചെയ്തു, ആഫ്റ്റർ 10 years എന്താണ് എക്സിറ്റ് സ്ട്രാറ്റജി? ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അല്ലാണ്ട് ഒരു കട തുടങ്ങി എൻ്റെ ജീവിതാവസാനം വരെ അത് ഞാൻ നടത്തിക്കൊണ്ടുപോയി, അതിനുശേഷം അടുത്ത ആൾക്കാർ വന്ന് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാനത് കൊടുത്ത് അത് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക, ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഇല്ല. ബേസിക്കലി ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഒരു കമ്പനി ബിൽഡ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവും. എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ IPO ലോഞ്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് നമ്മുടെ കമ്പനീനെ വിൽക്കുക. അതായത് ഒരുപാട് കമ്പനികൾ നമ്മളെ അക്വയർ ചെയ്യാനുണ്ടാവും, നമ്മൾ ചെയ്യുന്ന സർവീസുകൾക്ക് സിമിലർ ആയിട്ടുള്ള ബിഗ് ജയൻസ് ഉണ്ടാവും, കോർപ്പറേറ്റ്സ്. ആ കോർപ്പറേറ്റ്സ് നമ്മുടെ കമ്പനീനെ അക്വയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി ആയിട്ട് മേർജ് ചെയ്യുന്നു. ഇപ്പോൾ ഈ അടുത്ത് മേർജർ നടന്നത് അൺഅക്കാദമി നിങ്ങൾ കേട്ടിട്ടില്ലേ? അൺഅക്കാദമി ഒക്കെ ഇതുപോലെ ഈ അടുത്ത് മേർജ് നടന്ന കമ്പനിയാണ്. അപ്പം ഇതുപോലെ ഒരു വെൽ ഡിഫൈൻഡ് എക്സിറ്റ് സ്ട്രാറ്റജി നമുക്ക് വേണം. പിന്നെ ഇതിലൊക്കെ അപ്പുറം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു സ്റ്റാർട്ടപ്പിനെ നോർമൽ ബിസിനസ്സിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും. ഇതൊക്കെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
ഇനി ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. മോർ ദാൻ 90% ഓഫ് ദി സ്റ്റാർട്ടപ്സ് നമ്മുടെ രാജ്യത്ത് ഇപ്പം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളിൽ മോർ ദാൻ 90% ഓഫ് ദം ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, ഫെയിൽഡ് ആണ്. അപ്പം ഇതുപോലത്തെ ഒരു ഹെവി റിസ്ക് എലമെന്റും ഇതിനകത്തുണ്ട്. ഇനി ഞാൻ ബേസിക് ആയിട്ട് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള സ്ലൈഡ്സിലൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കൊണ്ടുപോകാം, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഇപ്പം നമ്മൾ ആദ്യത്തോട്ട് പറഞ്ഞതുകൊണ്ട് എന്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്സ് ആർ ത്രൈവിങ് ഇൻ ഇന്ത്യ? കാരണം ഇന്ത്യൻ്റെ യങ് വർക്ക് ഫോഴ്സ്, നമുക്ക് ജോബ് മാർക്കറ്റ് ഷാറ്റേർഡ് ആണ്, ജോബ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ യങ് ഡൈനാമിക് വർക്ക് ഫോഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് കാരണവും ഫണ്ടിങ് ഇപ്പൊ നടക്കുന്ന ഫണ്ടിങ് വെഞ്ചേഴ്സ് കാരണവും പിന്നെ ഇ കൊമേഴ്സിനും നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കും ഒക്കെയുള്ള ഗ്രോത്ത് കാരണം നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഫണ്ടിങ് ഈ സ്റ്റാർട്ടപ്സ് ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ബിൽഡിംഗ് എ സ്റ്റാർട്ടപ്പിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ബേസിക്കലി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഐഡന്റിഫൈ എ പ്രോബ്ലം. ജസ്റ്റ് ചുറ്റും ഒന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സർവീസുകളോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സർവീസുകൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ, അതായത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെയിൻ പോയിന്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ആ ഒരു പെയിൻ പോയിന്റിന് ഒരു സൊല്യൂഷൻ കാണുക. ഇപ്പം നമ്മൾ ഏത് സ്റ്റാർട്ടപ്പിനെ എടുത്തു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു പെയിൻ പോയിന്റിനുള്ള ഒരു സൊല്യൂഷൻ ആയിരുന്നു. ഇപ്പം എഡ്ടെക് സ്റ്റാർട്ടപ്പുകളൊക്കെ കോവിഡിന്റെ സമയത്ത് ബൂം ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡിന്റെ സമയത്ത് കുട്ടികൾക്ക് സ്കൂളിൽ പോയി അവരുടെ ഡെയിലി എഡ്യൂക്കേഷൻ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ദാറ്റ് ഈ എഡ്യൂക്കേഷണൽ കമ്പനികൾ അവിടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞിട്ട് ടാബുകളും വീഡിയോ ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു. ഒരു പെയിൻ അവർ കണ്ടു, അതിന് അവരൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തു. അങ്ങനെയായിരുന്നു ഒരു എഡ്ടെക്കിന് ബൂം ഉണ്ടായത്. അപ്പൊ അതുപോലെ ഒരു പെയിൻ പോയിന്റ് കണ്ടുപിടിക്കുക, അതിനൊരു സൊല്യൂഷൻ ഫസ്റ്റ് കാണുക. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി, ഓക്കെ ഐ ഹാവ് ഐഡന്റിഫൈഡ് എ പ്രോബ്ലം ആൻഡ് ഐ എം ഹാവിങ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അതിനുശേഷം ഇതിനെ വാലിഡേറ്റ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ യൂസേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാർ, ഇപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റ് മെയിൻ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് ആയിരിക്കുമല്ലോ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ കാറ്റഗറി യൂത്ത് ആയിരിക്കാം, ചിലപ്പം ഓൾഡ് പീപ്പിൾ ആയിരിക്കാം. അപ്പം ഏത് കാറ്റഗറിക്കാണോ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ടോക്ക് വിത്ത് ദം. വെറുതെ റാൻഡം ആയിട്ട് കാണുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എനിക്ക്, നമ്മൾ ചിലപ്പം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിൽ യു യൂസ് ഇറ്റ്. പിന്നെ ഒരു സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യുക, ഒരു ഗൂഗിൾ ഫോം ഒക്കെ ഉണ്ടാക്കി നമുക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ഡേറ്റയൊക്കെ കിട്ടും. പക്ഷെ അതൊന്നും വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. പ്രോപ്പർ സർവേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഏതൊരു ഐഡിയാസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പം എൻ്റെ ഒരു ഇതുവരെ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വീട്ടിലിരുന്ന് ആലോചിക്കുന്ന ഒരു ഐഡിയ ഇതേ സമയത്ത് അല്ലെങ്കിൽ ഇതിന് മുന്നേ വേറെ പലരും ആലോചിച്ച് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പല ബ്ലോഗ് പോസ്റ്റുകളിലും ഒക്കെ ഇതിനെപ്പറ്റിയൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഐഡിയകളെ പറ്റി തന്നെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാനൊക്കെ പറ്റും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, അവരോടൊക്കെ സംസാരിക്കുക, അവർ ത്രൂ ഒക്കെ ഇതിന്റെ നമ്മുടെ ഐഡിയനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം അപ്പം ആദ്യമാണ് നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നെ നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷനെ നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഐഡിയ എങ്ങനെയുണ്ടെന്ന് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ടീം ഉണ്ടാക്കാം. എപ്പോഴും ഒരു ഗുഡ് ടീം കൂടെ ഉള്ളത് നല്ലതാണ്, റാദർ ദാൻ സ്റ്റാർട്ടിങ് ഇറ്റ് അലോൺ. കാരണം ഒറ്റയ്ക്ക് നമ്മളൊരു കമ്പനി ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പം ആ ഒരു പ്രോബ്ലം നമ്മളെക്കാട്ടും നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർക്ക് പറ്റുമായിരിക്കും. അപ്പോൾ ഒരു ഐഡിയൽ കോഫൗണ്ടറിനെ കണ്ടുപിടിച്ചിട്ട് ഒരു ഗുഡ് ടീം ബിൽഡ് ചെയ്തെടുക്കുക. ആൻഡ് ആ ടീം ആയി കഴിയുമ്പം പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി നിങ്ങളുടെ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു MVP. മാർക്കറ്റിലേക്ക് നമ്മൾ എപ്പോഴും എന്ത് ബിസിനസ് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റോ ഒരു സർവീസോ വേണം. അപ്പം നമ്മൾ അതിന് MVP എന്ന് പറയും, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. അതായത് മാർക്കറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിൽക്കാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ഗോ ടു സ്ട്രാറ്റജി കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു MVP നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ MVP ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി, എങ്ങനെ ഇതിനെ നമ്മൾ മാർക്കറ്റിൽ വിൽക്കും. ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ കാർ വാഷ് ബിസിനസ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് ഞങ്ങൾ വിൽക്കുന്നത്,
അതായത് നേരെ അപ്പാർട്ട്മെന്റുകളിൽ പോകുന്നു. അവിടെ ഒരു പെയിൻ പോയിന്റ് ഉണ്ടായിരുന്നു. ഇവരുടെ കാറുകളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അവിടെ വന്നുകൊണ്ടിരുന്ന ആൾക്കാർ ലോ ക്വാളിറ്റി മെറ്റീരിയൽസും സൊല്യൂഷൻസും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും കൊടുക്കുന്നു, പിന്നെ നല്ല കസ്റ്റമർ സപ്പോർട്ടും. എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന് കാറ് കഴുകുക പറ്റുമോ, കാറ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ഈ ക്ലയൻസിന് നമ്മളോട് ഈ പറയുന്ന കസ്റ്റമേഴ്സിന് ഈ കാറ് കഴുകുന്ന വെൻഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ചിലപ്പോൾ ഇന്ന് തുടയ്ക്കുന്നവനായിരിക്കില്ല നാളെ തുടയ്ക്കുന്നത്. അപ്പം ഒരു പ്രോപ്പർ കസ്റ്റമർ സപ്പോർട്ട് നമ്മളവിടെ കൊടുക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. ഈ രണ്ടെണ്ണമായിരുന്നു ഞങ്ങളുടെ പ്രൊഡക്റ്റ്. അതായത് കാറ് കഴുകാൻ വേണ്ടിയിട്ടുള്ള ഇവർക്ക്, അതായത് ആൾക്കാർക്ക് കാറ് കഴുകി ക്ലീൻ ചെയ്ത് കിട്ടണം എന്നുള്ളത് മാത്രമല്ല, ഈ ക്ലീൻ ചെയ്യുന്നത് ഇനി മിസ്സായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെ സോൾവ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ. അപ്പോൾ ഒരു പ്രോപ്പർ കസ്റ്റമർ സപ്പോർട്ടും പ്രോപ്പർ സർവീസും ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഇനി ഞങ്ങളുടെ ഇന്റലിഗോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്കൂളുകൾക്ക്, ഇപ്പം ഏതൊരു സ്കൂളിനെ നമ്മൾ മാർക്കറ്റിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്കൂളുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ആണ്. ഈ സ്കൂളിൽ മാക്സിമം നമ്പർ ഓഫ് കുട്ടികളെ ഈ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസും കാര്യങ്ങളും ഒക്കെ അത്ര ഹൈ ക്വാളിറ്റി ആയിരിക്കണം. അവരുടെ ട്യൂട്ടേഴ്സ് അത്ര പ്രൊഫഷണൽ ആയിരിക്കണം, അവരുടെ സ്കൂളിൽ നിന്നുള്ള സക്സസ് റേറ്റ് കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലായിരിക്കണം. അതൊക്കെ കാരണം പാരൻസ് ഒക്കെ ഇപ്പോൾ വളരെ സെലക്റ്റീവ് ആണ്. എൻ്റെ മോൻ ഏത് സ്കൂളിൽ പഠിക്കാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ ഭയങ്കര ഡിബേറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം പാരൻസ് ഇത്ര സെലക്റ്റീവ് ആകുമ്പം സ്കൂളുകൾക്കുള്ള കോമ്പറ്റീഷൻസും കൂടുകയാണ്, സ്കൂളുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസും കൂടുകയാണ്. അപ്പം അവരുടെ അടുത്ത് മാക്സിമം ടെക് എനേബിൾഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ കുട്ടികൾ അവിടെ എൻറോൾ ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം സ്കൂളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർക്കുള്ള സൊല്യൂഷനാണ് ഞങ്ങൾ ഈ AR VR ടെക് വഴി കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി. ഇങ്ങനെ ഫേസ് ചെയ്യുന്ന സ്കൂളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നു, അവർക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നു, പിന്നെ ഇവരെ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലൂടെ അവർക്ക് ഒരു റവന്യൂ ഷെയറും കൂടെ കൊടുത്തു കഴിയുമ്പം സ്കൂളുകൾ ഹാപ്പി, നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് മാക്സിമം സെല് ചെയ്യാനും പറ്റും. പിന്നെ IIT ബാക്ക്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുമാണ് നമ്മുടേത്. അപ്പം ആ രീതിയിലാണ് നമ്മളൊരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, മാൻഡേറ്ററി ഏരിയാസ്. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. എങ്ങനെയാണ് ബജറ്റിംഗ്, ക്യാഷ് ഫ്ലോ, പ്രോഫിറ്റബിലിറ്റി. അതായത് നമ്മളുടെ അടുത്ത് ഇപ്പോൾ 1 ലക്ഷം രൂപയാണുള്ളത്. ഈ 1 ലക്ഷം രൂപേനെ എവിടെ സ്പെൻഡ് ചെയ്യണം? 1 ലക്ഷം രൂപയെന്ന് 80,000 അടുത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കാശുണ്ടാവില്ല. അല്ലെങ്കിൽ 1 lakh rupeesന് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, പിന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള പൈസ ഇല്ല. അപ്പം ആ രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യരുത്. എപ്പോഴും നമുക്കൊരു പ്രോപ്പർ ബജറ്റിംഗ് ഉണ്ടായിരിക്കണം, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. പിന്നെ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും സർവീസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് മാർക്കറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അതായത് നമ്മൾ ലീഗലി അതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ വിൽക്കാവോ, അപ്പോൾ അതിന്റെ ലേബർ ലോസും, പിന്നെ നമ്മൾ ഒരാളെ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ എന്താണ്, എന്തൊക്കെ പേപ്പേഴ്സ് ആണ് നമ്മൾ ഗവൺമെന്റിൽ ഫയൽ ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയുള്ള ലീഗൽ കംപ്ലയൻസസ്. പിന്നെ ഒരു കമ്പനി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ലീഗൽ കംപ്ലയൻസസ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. പിന്നെ മാർക്കറ്റിങ്ങും സെയിൽസും ഒക്കെ. മാർക്കറ്റിംഗ്, അപ്പം മാർക്കറ്റിംഗിൽ ഏതൊക്കെ മോഡ്സ് ഓഫ് മാർക്കറ്റിംഗ്, എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റി ആൾക്കാരിൽ അറിയിക്കാൻ പോകുന്നത്. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് നല്ല രീതിക്ക് എത്താൻ വേണ്ടിയിട്ട് സെൽഫ് ബ്രാൻഡിങ്ങിലൂടെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് കൊളാബറേഷൻസ് ആവാം. അങ്ങനെ ഏത് രീതിക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്കിപ്പം മാർക്കറ്റ് ചെയ്യുന്നതിന് ഒരുപാട് മാധ്യമങ്ങൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ ബിൽഡ് ചെയ്തിരിക്കണം, സോ ദാറ്റ് നമ്മൾ ഹയർ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണം. കാരണം നമ്മൾ പലരെയും ഹയർ ചെയ്യും, ഈ ഹയർ ചെയ്യുന്നവർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവരെ മാനേജ് ചെയ്യേണ്ടത്, ഇവർ നമ്മുടെ കമ്പനിയിൽ ഓക്കെ ആണോ, നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവർ ക്യാപ്പബിൾ ആണോ, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഇവരെ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. അപ്പം ഈ പറയുന്ന 4 കാര്യങ്ങളും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരുപാട് എങ്ങനെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ലീഗൽ കംപ്ലയൻസസ് എന്തൊക്കെയാണ്, മാർക്കറ്റിങ്ങിന്റെ
ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് മാർക്കറ്റിംഗ്, പിന്നെ നമ്മുടെ ഫോർ ബെറ്റർ ലീഡർഷിപ്പ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലൂടെയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ദ ബെസ്റ്റ്. ഇനി നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനെ എന്ത് രജിസ്ട്രേഷനാണ് നമ്മൾ മാർക്കറ്റിൽ എടുക്കേണ്ടത്? ഇന്നിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, OPC, ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതിനെ എല്ലാത്തിനും ഇതിൻ്റെതായ ലിമിറ്റേഷൻസും ഉണ്ട്. ഇതിൽ ഓരോന്നിനെ പറ്റി ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മോസ്റ്റ് വയബിൾ ആയിട്ടുള്ള 2 ഓപ്ഷൻസിനെ പറ്റി, LLPയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും, ഇതിനെപ്പറ്റി ഞാൻ ഒരു ബ്രീഫ് ആയിട്ട് പറയാം. ഇപ്പം ഒരു പ്രൊപ്രൈറ്റർഷിപ്പോ പാർട്ട്ണർഷിപ്പോ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നാളെ ഒരു ബ്രാൻഡ് തുടങ്ങി, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു, നിങ്ങൾക്ക് ഒരു ഹെഫ്റ്റി എമൗണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേ ചെയ്യേണ്ടി വരികയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ 1 person കമ്പനി, പാർട്ട്ണർഷിപ്പ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും രജിസ്ട്രേഷൻസ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ബാധ്യതകൾ മുഴുവനും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് വരെ ഈ എമൗണ്ട് ഒക്കെ, ഈ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് ഈ എമൗണ്ട് ഒക്കെ റീപേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കാനും ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും പാർട്ട്ണർഷിപ്പ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, 1 person കമ്പനി, ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഒരു LLPയോ പ്രൈവറ്റ് ലിമിറ്റഡോ, മോറോവർ പ്രൈവറ്റ് ലിമിറ്റഡ്, നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ VCസിന്റെ അടുത്തുനിന്നും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ അടുത്തുനിന്നും അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒക്കെ അടുത്തുനിന്നും നമ്മൾ ഫണ്ടിങ് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കമ്പനി രജിസ്ട്രേഷൻ ഷുഡ് ബി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. LLP ആണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. ഫോർ ഇപ്പോൾ നമുക്ക് ഒരു ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ LLP രജിസ്ട്രേഷൻ മതി. നമുക്ക് ആനുവലി നമ്മൾ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യേണ്ട ഒരുപാട് ഫോംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ കുറച്ച് കുറവുണ്ട് ഈ LLP ആണെന്നുണ്ടെങ്കിൽ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇയർലി ഒരു 50,000 രൂപ, 50,000 റുപ്പീസിന്റെ അടുത്ത് നമുക്ക് അഡീഷണലി നമ്മൾ മനസ്സിൽ കാണണം. അതായത് ഇതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ചാർജുകളും പരിപാടികളും ഒക്കെ ആയിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ. ഇനി നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം വഴി ഒരുപാട് ഫണ്ടിങ് ഓപ്ഷൻസ് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ കുറച്ച് സ്റ്റാർട്ടപ്സിന്റെ ലിസ്റ്റുകൾ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല, കാരണം ടൈം ലിമിറ്റഡ് ആണ്. ഇപ്പം അതിനകത്ത് മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് മുദ്ര സ്കീം, ഗവൺമെന്റിന്റെ. അപ്പം മുദ്ര സ്കീം വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളാറ്ററൽ ഫ്രീ ആയിട്ട് ബാങ്ക് ലോൺ കിട്ടും. നമുക്കൊരു കമ്പനി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് 3 സ്കീമുകളുള്ള ശിശു, കിഷോർ, തരുൺ എന്ന് പറഞ്ഞിട്ട് അപ് ടു 10 lakh rupees നമുക്ക് റേസ് ചെയ്യാം. ഇതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ളതാണ് കേട്ടോ. ഐഡിയേഷൻ സ്റ്റേജിൽ നമുക്ക് ഫണ്ടിങ്ങുകൾ കിട്ടില്ല. ഐഡിയേഷൻ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു MVP കയ്യിലുണ്ടെന്നുണ്ടെങ്കിലാണ് മോസ്റ്റ് ഓഫ് ദ സ്കീംസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മുദ്രയ്ക്ക് നമുക്ക് ഐഡിയേഷനിലും മുദ്ര സ്കീം നമുക്ക് അപ്ലൈ ചെയ്യാം. ഐഡിയേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു പ്രൊമനന്റ് ഐഡിയ ഉണ്ട്, ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി ഉണ്ട്, എല്ലാം ഉണ്ട്, പ്രോപ്പർ ബിസിനസ് പ്ലാൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഐഡിയേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു MVP, ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ്, മാർക്കറ്റിൽ ആൾക്കാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി അതർ ഹയർ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് നമുക്ക് പോവാം. ഇനി ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങുകൾ അല്ലാണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്, കോർപ്പറേറ്റ് വെഞ്ചർ ഫണ്ട്സ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും VCയും നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലും ഇൻക്യുബേഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, ആദ്യം നിങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഈ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ IITകൾ, IIMകളൊക്കെ ഇതുപോലെ ഇൻക്യുബേഷൻസ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യം പ്രൊമിനന്റ് ആയിട്ടുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതുപോലെ ഇൻക്യുബേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ ഒരുപാട് ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. കേരള ഗവൺമെന്റിന്റെ തൃശ്ശൂരിൽ ഒരെണ്ണമുണ്ട്, ഞാൻ എൻ്റെ പേര് മറന്നുപോയി. അപ്പം ഇതുപോലുള്ള ഇൻക്യുബേറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പം ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി രജിസ്റ്റർ ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട്
ഡൗട്ടുകൾ ഉണ്ടാവും. എങ്ങനെയാണ് ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജികൾ വഴിയാണ്, എവിടെയാണ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനെ വിൽക്കുക, ആരാണ് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്, എങ്ങനെ ഞാൻ ഇതിനെ സ്കെയിലപ്പ് ചെയ്യും, ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് എക്സ്പേർട്ട് ഒപ്പീനിയൻ കിട്ടാനും, അതുപോലെ ഈ മാർക്കറ്റിൽ വർക്ക് ചെയ്ത് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുടെ അസിസ്റ്റൻസ് നമുക്ക് കിട്ടാനും ഒക്കെ ആയിട്ട് ഇതുപോലെ ഇൻക്യുബേഷൻസ് എടുക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇൻക്യുബേറ്റേഴ്സ് എപ്പോഴും നമ്മളെ ഫണ്ടിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും VCസും ആയിട്ട് ഈ ഇൻക്യുബേറ്റേഴ്സിന് കണക്ഷൻസ് ഉണ്ടാവും. അപ്പം അവർ ത്രൂ നമുക്ക് ഫണ്ടിങ് എടുക്കാനായിട്ടുള്ള ഒരു എളുപ്പം ഉണ്ടാവും. അങ്ങനെ ഇൻക്യുബേഷൻസിനെ പറ്റി അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഹൗ ടു ഗെറ്റ് ഇൻക്യുബേഷൻ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ IITൻ്റെയോ IIMകളുടെയോ സൈറ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് IIT ബോംബെ എല്ലാ വർഷവും 10 മിനിറ്റ് ടു 10 മില്യൺ എന്നും പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് അവരുടെ സമ്മിറ്റ് എന്നും പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. സമ്മിറ്റ് IIT ബോംബെ എന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റേഴ്സ് കണക്ഷൻ ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു IIT IIM ഒക്കെ ആയിട്ട് നമുക്കൊരു ഇൻക്യുബേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 months പ്രൊസീജിയർ ഉണ്ട്. ഇതിനെയൊക്കെ അവരെ ഷട്ട് ഡൗൺ ചെയ്ത് കുറേ പ്രൈവറ്റ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഈ പ്രൈവറ്റ് ഇൻക്യുബേറ്റേഴ്സ് ആയിട്ട് IIM ബോംബെ നമ്മളെ കണക്ട് ചെയ്ത് തരും വിത്തിൻ 1 month. അപ്പോൾ ഈ 30 days ഉള്ളിൽ നമ്മുടെ ഈ ഒരു 6 month പ്രൊസീജിയറിനെ അവർ കട്ട് ഷോട്ട് ചെയ്ത് നമുക്ക് ഇൻക്യുബേഷനും കിട്ടും. നമുക്ക് അവിടെ നിന്നുള്ള ട്രെയിനിങ്, നമ്മളുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഹെൽപ്പുകൾ, ഫണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെയാണ് പിച്ച് ഡെക്ക് ഉണ്ടാക്കുന്നത്, ഇതിനൊക്കെയുള്ള പ്രോപ്പർ ഹെൽപ്പും അസിസ്റ്റൻസും ഒക്കെ നമുക്ക് ഇൻക്യുബേറ്റേഴ്സിൻ്റെ അടുത്തു നിന്നും കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ വേറെ ഒരു നിങ്ങൾക്ക് പറയാനുള്ള, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്, വേറെ പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി നിങ്ങൾക്ക് ഒരു പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ഗ്രോത്തിനെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കി നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി നിങ്ങളുടെ ഐഡിയയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള, അതായത് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഉണ്ടാക്കാനാണോ, അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡാണോ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ഫീൽഡിലാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു 1 year വർക്ക് ചെയ്യാം. മാക്സിമം അതൊരു സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ്. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫ്രം ദ ബിഗിനിങ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരത് സ്ട്രക്ചേർഡ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്. ഇനി അതല്ല, ഈ കമ്പനി ഇനി ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതിൽ നിന്ന്. കാരണം ഇവരുടെ എന്ത് ഡിസിഷൻസ് ആയിരുന്നു തെറ്റിപ്പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ കമ്പനി ഫെയിൽ ആയത്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു കമ്പനി അനാലിസിസ് കേൾക്കുന്ന പോലെയല്ല ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. കാരണം നമുക്കതിൻ്റെ എൻഡ് ടു എൻഡ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്റ്റാർട്ടപ്പിൽ നമ്മൾ നിന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ. ഇത് ഒരു മാൻഡേറ്ററി ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം നമുക്ക് ഒരുപാട് പേരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ നെറ്റ്വർക്കിംഗ് നമുക്ക് സ്ട്രോങ് ആക്കാം. പിന്നെ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും, നമുക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്യാന്നുള്ളതും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുപോലുള്ള സ്റ്റാർട്ടപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് ഞങ്ങൾ ബാംഗ്ലൂർ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ പല സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റികളുടെയും ഭാഗമാണ്, എന്നാലും ഞങ്ങൾ ബാംഗ്ലൂർ മലയാളികളൊക്കെ ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉണ്ട്, അതിന് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു മെമ്പർ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് എൻ്റെ മെയിൽ ID ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മെയിൽ ചെയ്യാം. പക്ഷെ മിനിമം ഒരു ഐഡിയേഷൻ സ്റ്റേജിലെങ്കിലും ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ മെമ്പർ ആവാം. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പിങ് മീ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റിയും എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. Anyway, thank you all. Thank you for. Thank you, sir. Thank you for giving a very fruitful
ഇൻട്രഡക്ഷൻ ആൻഡ് പ്രൊസീജിയർ ഓഫ് സ്റ്റാർട്ടപ്പ്, ഹൗ ടു ബിൽഡ് എ സ്റ്റാർട്ടപ്പ്സ്. വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സാറിനത് വളരെ നന്നായിട്ട് പറയാൻ പറ്റി. മാത്രമല്ല, ഇൻ ഫ്യൂച്ചർ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സാറ് പ്രൊവൈഡ് ചെയ്തു, എന്തെങ്കിലും ഹെൽപ്പ് സഹായം വേണമെങ്കിൽ അത് ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സാറിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്കാണ് സാറ് വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു 5 minutes, സാറ് വളരെ ബിസിയാണ്, പറഞ്ഞിരുന്നു 3 o'clock വേറെ പ്രോഗ്രാം ഉണ്ടെന്ന്. എങ്കിലും എനിബഡി ഹാവിങ് എനി ഡൗട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരും ചോദിക്കുന്ന കേൾക്കുന്നില്ല. അപ്പൊ ഈ സ്റ്റാർട്ടപ്പിലൊക്കെ ഇങ്ങനെ ഒരു, അത് കാരണം വളരെ 2018 ഡിഗ്രി കഴിഞ്ഞ ആള് 2019 തന്നെ സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് വന്നു അല്ലെ? വളരെ യങ് ഏജിൽ. എന്തായിരുന്നു അതിന്റെ പിറകിലുള്ള മോട്ടിവേഷൻ? ചെറുപ്പത്തിലേ അങ്ങനത്തെ ഒരു ട്രെൻഡ് പഠിക്കുന്ന കാലത്തെ ഉണ്ടായിരുന്നോ, അതല്ല എന്തായിരുന്നു അത്തരത്തിലൊന്നും എന്തെങ്കിലും തുടങ്ങുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ എന്തായാലും ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതുപോലൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു നെറ്റ്വർക്കിംഗ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. നമ്മള് ചെല്ലുന്ന കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ചിരിക്കും നമ്മള് ഭാവിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ ഇതിനുശേഷം GC തൃശ്ശൂരിൽ ഇതുപോലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾ ബിൽഡ് ചെയ്തായിരുന്നു. ഇന്നാണ് കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ കിട്ടി. ഇപ്പം ഏകദേശം 2018 ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ആ കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആയിരുന്നു. സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയിലെ യെസ്. എങ്ങനെയാ അതുമായിട്ട് കണക്റ്റഡ് ആവുന്നത്? എവിടുന്നായിരുന്നു അത്? ആ വഴിത്തിരിവ് എങ്ങനെയുണ്ടായിരുന്നത്? അത് ഞാൻ പണ്ട് ഡിഗ്രി ചെയ്തോണ്ടിരുന്നപ്പം ഒരു ട്യൂഷൻ സെന്റർ അവിടെ നാട്ടിൽ റൺ ചെയ്യുന്നുണ്ട് വേണ്ടിയിട്ട്. അപ്പം തൃശ്ശൂർ പഠിക്കാൻ പോയപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി. അങ്ങനെ തൃശ്ശൂരിലെ കുട്ടികള് ഇതുപോലെ ഒരു പ്രോഗ്രാം അവരവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുമായിട്ട് കണക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ ഒരു GC തൃശ്ശൂരിന്റെ ബാനറിൽ ഒരു ഹോം ട്യൂഷൻസിന്റെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ഞങ്ങൾ ബിൽഡ് ചെയ്തായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു മോട്ടിവേഷനിലൂടെ. അതായത് പഠിക്കുന്ന കാലത്തെ അതിനുള്ള ഒരു ചെറിയ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു, ഉള്ളിൽ തന്നെ ഉള്ള ഇന്നർ മോട്ടിവേഷൻ ആണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഇൻട്രസ്റ്റ് ഉണ്ട്. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ എപ്പോഴെങ്കിലും ഈ പിന്നെ സ്റ്റാർട്ടപ്പ്, നമുക്കൊരിക്കലും സ്റ്റാർട്ടപ്പ് അല്ലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ. അത് ചിലപ്പം പ്രയാസങ്ങളൊക്കെ നേരിട്ട സമയത്ത് എന്തെങ്കിലും പ്രയാസം തോന്നിയാ? തുടങ്ങിയ കമ്പനി ബെയ്ലാബി എന്ന് പറയുന്നത് എന്റെ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങുന്ന കമ്പനിയോട് നമുക്ക് നമ്മുടെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. അതിന്റെ ഓപ്പറേഷൻസ് ഞങ്ങൾ ഫൗണ്ടേഴ്സ് തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ആദ്യത്തെ ഈ ഒരു കോവിഡ് ബൂം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സെയിൽസും കാര്യങ്ങളൊന്നും നടന്നില്ല. അങ്ങനെ പിന്നെ ആ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. അതിനുശേഷമൊക്കെയാണ് പിന്നീട് ഒന്ന് ബിൽഡപ്പായി വരുന്നത്. ഇനി ഇതും എവിടെ എത്തുമെന്ന് അറിയില്ല, എന്നാലും വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പൊ എല്ലാവർക്കും അതൊരു പ്രചോദനമാണെന്ന് കരുതുന്നു നമ്മുടെ കുറെ സ്റ്റുഡൻസിന്. തീർച്ചയായും ആനന്ദ് വിൻസെന്റ് സാർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. സാറിന്റെ ഇമെയിലും നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, യു ആർ ഫ്രീ ടു കോൺടാക്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിന്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിലും എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. അതിനെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ചന്ദൻകുമാർ, ദ അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടർ ഓഫ് ഇഗ്നോ റീജിയണൽ സെന്റർ വടകര, is ready to vote of thanks for giving the vote of thanks. Sir, anybody, any doubt, anything? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Yes sir, over to Chandan sir for vote of thanks sir. Okay, thank you ARD Pramila madam, and thank you Anand sir, give this a very innovative discussion. Actually I did not understand Malayalam, but your PPT is very much clear, and so very clearly you have mentioned all the points. And I also believe actually we are in Indians, we are in the phase of transaction, and we have also responsibility of not only in India, abroad also, or entire world also. That's why sometimes we are listening some developed country, why they are supporting, why they are coming in front and shaking hand with the Indian politician, businessman and other groups, because as an Indian we are in the leading position. Easily we can understand a thing. Another thing,
if we analyze and try to understand, and if you explore entire world, we can easily find out so many Indians are now as a politician working abroad, so many businessmen, so many technocrats, and so many different. So it's actually proven, self proven that we Indians have so much capacity, so much skills, so much caliber. And India also, we are experimenting so many things, and outside of India also. So thank you for very much good idea. And I think all learners are understand which type of points you are discussed, and try to explore the which type of opportunities are available in India. Thank you again for your informative session. Thank you, our Pramila madam, for conduct this session, and thank you, learner, to join this session, and other member from our study centers, especially coordinators and other learners. Thank you again. Thank you all. Thank you, madam. Thank you.